നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പുരാതനവും ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതുമായ ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. കബാല. 19ാം നൂറ്റാണ്ടില് അഡോൾഫ് ഫ്രാങ്ക് ഇതിനെക്കുറിച്ച് നടത്തിയൊരു ഗംഭീര പഠനമുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കാൻ പോകുന്നത്. അഡോൾഫ് ഫ്രാങ്ക് പറഞ്ഞതുപോലെ കബാല എന്ന് പറയുന്നത് അങ്ങേയറ്റം രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടിരുന്ന ഒന്നായിരുന്നു. ദൈവത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അങ്ങനെയുള്ള വലിയ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്താൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു തരം തത്വചിന്ത. അതാണ് കബാല. അപ്പോ എന്താണ് ഈ കബാല എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പാരമ്പര്യം പോലെ തന്നെ ആ ഗ്രന്ഥങ്ങളും നല്ല നിഗൂഢമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പുരാതന ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കബാല സാഹിത്യത്തിലെ 2 പ്രധാനപ്പെട്ട തൂണുകളെന്ന് തന്നെ പറയാവുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. കബാലയുടെ പ്രധാന ആശയങ്ങളെല്ലാം ഈ 2 പുസ്തകങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന് സെഫേർ യെത്സിറ, അതായത് സൃഷ്ടിയുടെ പുസ്തകം. ഇത് കുറച്ചുകൂടി ചെറുതാണ്. പിന്നെ സോഹർ, പ്രകാശത്തിന്റെ പുസ്തകം. ഇത് വളരെ വലുതും സങ്കീർണമായ ഒന്നാണ്. ഒന്ന് പ്രപഞ്ചസൃഷ്ടിയെപ്പറ്റി പറയുമ്പോൾ മറ്റൊന്ന് ദൈവത്തെയും ആത്മാവിനെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അഡോൾഫ് ഫ്രാങ്കിന്റെ ആ പഠനത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് സങ്കീർണമായ ഈ വിഷയത്തിന് ഒരു വ്യക്തത കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയ ശ്രമം വളരെ വലുതാണ്. ആ പുസ്തകമാണ് നമ്മുടെ പ്രധാന ഗൈഡ്. അപ്പോ ഈ നിഗൂഢ ഗ്രന്ഥങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞു തരുന്നത്? ദൈവത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും കബാലയുടെ കാഴ്ചപ്പാടെന്താണ്? ഇതാണ് കബാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ദൈവത്തെയും സൃഷ്ടിയെയും കുറിച്ചുള്ള ഒരുപക്ഷെ വളരെ വിപ്ലവകരമായൊരാശയമാണത്. ഓക്കെ, ഇനി നമ്മൾ കബാലയുടെ ആ പ്രപഞ്ച കാഴ്ചപ്പാടിലേക്ക് കടക്കുകയാണ്. ഇത് കുറച്ച് സങ്കീർണമാണ്, എന്നാലും കേൾക്കാൻ വളരെ രസകരമായൊരാശയമാണ്. എല്ലാത്തിന്റെയും തുടക്കം ഐൻ സോഫ് എന്ന ആശയത്തിൽ നിന്നാണ്. കബാലയുടെ കാഴ്ചപ്പാടിൽ ദൈവമെന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നത് പോലെ ഒരു വ്യക്തിയല്ല, മറിച്ച് എല്ലാത്തിനും കാരണമായ, പരിധികളില്ലാത്ത, അനന്തമായ ഒരു ഊർജ്ജസ്രോതസ്സാണ്. അതിനെയാണ് ഐൻസോഫ് എന്ന് വിളിക്കുന്നത്. ഈ അനന്തമായ ഐൻസോഫിൽ നിന്ന് യാഥാർത്ഥ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് പല പല ഘട്ടങ്ങളിലൂടെയാണ്. ഒരു വെള്ളച്ചാട്ടം പോലെ ആ ദൈവിക ഊർജ്ജം 10 ഗുണങ്ങളായി അല്ലെങ്കിൽ 10 പാത്രങ്ങളായി ഒഴുകിയിറങ്ങുന്നു. ഇതിനെയാണ് സെഫിറോത്ത് എന്നു പറയുന്നത്. ഈ സെഫിറോത്തിലൂടെയാണ് നമ്മുടെ ഈ കാണുന്ന പ്രപഞ്ചം വരെ രൂപപ്പെടുന്നത്. ഇതിലെ ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 10 സെഫിറോത്തുകളെ ഒരു മരം പോലെയാണ് അവർ കാണുന്നത്. കബാലിസ്റ്റിക് ട്രീ എന്ന് പറയും. ഇതിന് 3 തൂണുകളുണ്ട്. ഒന്ന് കാരുണ്യത്തിന്റെ, മറ്റൊന്ന് ന്യായവിധിയുടെ, പിന്നെ ഇവ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്ന ഒരു മധ്യതൂണും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളെയും ഇത് പ്രതിനിധീകരിക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ, കബാലയുടെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചമെന്നത് ദൈവം പ്രത്യേകമുണ്ടാക്കിയൊരു വസ്തുവല്ല, മറിച്ചത് ദൈവത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. ദൈവത്തിന്റെ ഒരു വസ്ത്രം പോലെയാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ശരി, പ്രപഞ്ചം ദൈവത്തിന്റെ തന്നെ ഒരു ഭാഗമാണെങ്കിൽ നമ്മളോ? മനുഷ്യന്റെ സ്ഥാനം ഇതിലെവിടെയാണ്? ഇത് നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത്? അടുത്തതായി നമ്മൾ ആത്മാവിന്റെ യാത്രയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കബാലപ്രകാരം നമ്മുടെ ആത്മാവിന്റെ ലക്ഷ്യമെന്താണ്? സോഹർ പറയുന്നത് നമ്മുടെ ആത്മാവിന് 3 പ്രധാന ഭാഗങ്ങളുണ്ടെന്നാണ്. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചൈതന്യം, പിന്നെ നമ്മുടെ വ്യക്തിത്വവും ധാർമ്മികതയുമെല്ലാം ഉൾക്കൊള്ളുന്ന ആത്മാവ്, ഒടുവിൽ നമ്മുടെ സഹജവാസനകളും ആഗ്രഹങ്ങളുമൊക്കെയുള്ള പ്രാണതത്വം. രസകരമായ കാര്യം എന്താണെന്നാൽ, ഈ ഓരോ ഭാഗവും നേരത്തെ നമ്മൾ കണ്ട കബാലിസ്റ്റിക് മരത്തിലെ ഓരോ സെഫ്രയിൽ നിന്നാണ് വരുന്നത്. പല തത്വചിന്തകളും പറയുന്നത് ഈ ലോകത്തിലെ ജീവിതം ഒരുതരം വീഴ്ചയാണ് അല്ലെങ്കിൽ ഒരു ശിക്ഷയാണ് എന്നൊക്കെയാണ്, അല്ലേ? എന്നാൽ കബാല പറയുന്നത് അങ്ങനെയല്ല. ഇതൊരു പതനമല്ല, മറിച്ച് ആത്മാവിന് സ്വയം മനസ്സിലാക്കാനും വളരാനും കിട്ടുന്ന ഒരവസരമാണ്, ഒരു പരീക്ഷണം പോലെ. എന്തിനാണീ പരീക്ഷണമെന്നല്ലേ? ആത്യന്തികമായി നമ്മുടെ ഉത്ഭവമായ ആ ദൈവിക സ്രോതസ്സിലേക്ക് തന്നെ ബോധപൂർവം തിരിച്ചെത്താൻ. അതാണീ ജീവിതയാത്രയുടെ ലക്ഷ്യം. അപ്പോ ഇത്രയും സങ്കീർണമായൊരു ചിന്താരീതി എവിടെ നിന്നായിരിക്കും വന്നത്? ഇതിന്റെ വേരുകൾ എവിടെയാണ്? സത്യം പറഞ്ഞാൽ അതൊരു വലിയ ചർച്ചാവിഷയമാണ്. അഡോൾഫ് ഫ്രാങ്ക് അടക്കമുള്ളവർ പല സാധ്യതകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ചിലർ പറയുന്നു ഇതിന്റെ വേരുകൾ പുരാതന പേർഷ്യയിലെ സൊറോസ്ട്രിയൻ മതത്തിലാണെന്ന്. മറ്റു ചിലർ ക്രിസ്തുമതത്തിലെ ആദ്യകാല നിഗൂഢ വിഭാഗമായ നോസ്റ്റിസിസവുമായി ഇതിന് സാമ്യങ്ങൾ കണ്ടെത്തുന്നു. എന്തായാലും ഏകദേശം 1300-ൽ സ്പെയിനിലാണ് സോഹർ എന്ന പ്രധാന ഗ്രന്ഥം പുറത്തുവരുന്നത്.
അതിനുശേഷം പതിയെ പതിയെ ഇത് യൂറോപ്പിലെ പല ചിന്തകരെയും സ്വാധീനിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ചു നോക്കൂ, 12 നൂറ്റാണ്ടിലധികം അത്രയും കാലം ഈ ആശയങ്ങളെല്ലാം വളരെ രഹസ്യമായാണ് കൈമാറി വന്നത്. അതിനുശേഷമാണ് ഇതൊക്കെ പുസ്തകരൂപത്തില് പുറംലോകം കാണുന്നത്. അഡോൾഫ് ഫ്രാങ്കിന്റെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കബാല ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ ഓരോ വാക്കിനെയും ഓരോ സംഭവത്തെയും കേവലം അക്ഷരാർത്ഥത്തിലെടുക്കാതെ അതിനെല്ലാം പ്രതീകാത്മകമായ അർത്ഥങ്ങൾ നൽകുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് മനുഷ്യനെ തന്നിൽ തന്നെ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു, അധികാരത്തിനു പകരം യുക്തിക്ക് സ്ഥാനം നൽകുന്നു. അപ്പോ കബാല നമ്മളോട് ചോദിക്കുന്ന ആ അവസാനത്തെ ചോദ്യം ഇതാണ്: ഒരു മതഗ്രന്ഥത്തെ കേവലം ചരിത്രമായി കാണാതെ ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തിന്റെ ഒരു പ്രതീകാത്മക ഭൂപടമായി വായിച്ചാൽ എന്ത് സംഭവിക്കും? ഈ ഒരു ചോദ്യം മാത്രം മതി പുരാതനമായ ജ്ഞാനത്തെ തികച്ചും പുതിയൊരു രീതിയിൽ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ.